ഹലോ, ഇറ്റ്സ് മീ ഗോപു ചിന്തുവിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ ഒരു സോറി പറഞ്ഞങ്ങ് തുടങ്ങാം കേട്ടോ. കാരണം ജന്മാഷ്ടമി കഴിഞ്ഞിട്ട് ഇന്ന് 2 ദിവസമായി. ഇപ്പോഴാണ് നമ്മളതിൻ്റെ വ്ളോഗ് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. കാരണം എന്താ, കുറച്ച് തിരക്കായിപ്പോയി. നമ്മൾ നാട്ടിലെത്തി, പിന്നെ അതിൻ്റേതായ നല്ല തിരക്കിലായിപ്പോയി. അപ്പോൾ എഡിറ്റ് ചെയ്യാനോ വോയിസ് കൊടുക്കാനോ ഒന്നും സമയം കിട്ടില്ല കേട്ടോ. അതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ എല്ലാവരും ജന്മാഷ്ടമിയിൽ അന്നാണ് ഈ വീഡിയോ കാണുന്നത് എന്ന ചിന്തയിൽ കണ്ടോളൂ. അപ്പോൾ നമ്മൾ കൃഷ്ണ ജയന്തിയുടെ അന്ന് രാവിലെ തന്നെ ചേട്ടൻ്റെ വീടിൻ്റെ അടുത്തുള്ള വേവിള മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോയി. ഞങ്ങൾ ബൈക്കിലാണ് പോയത് കേട്ടോ. ബൈക്കിൽ കുഞ്ഞാവ് ഇപ്പോൾ ബൈക്കിലൊക്കെ കയറാൻ തുടങ്ങി. അവന് ഫ്രണ്ടിലിരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവൻ നമ്മളിങ്ങനെ വലിയ തിരക്കൊന്നും ഇല്ലാത്ത ഇട റോഡൊക്കെ വരുമ്പോഴത്തേക്കും ഫ്രണ്ടിലിരുത്തി ഞാനിങ്ങനെ ബാക്കിൽ കൂടി ഇറുക്കെ പിടിച്ച് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അമ്പലത്തിലൊക്കെ തൊഴുത ശേഷം വീട്ടിലെത്തി അവന് ഫുഡ് കൊടുത്തു. ഫുഡ് എടുത്ത ശേഷം നമ്മൾ നേരെ താഴെ ചേച്ചിയുടെ വീട്ടിലേക്ക് പോയിട്ട് അവനെ കിടത്തി ഉറക്കുകയാണ് കേട്ടോ. കാരണം ഇനി അടുത്ത് കൃഷ്ണനായിട്ട് ഒരുക്കുക എന്നുള്ളതാണല്ലോ ലക്ഷ്യം. അപ്പം നല്ല മൂഡിൽ വരണമെന്നുണ്ടെങ്കിൽ അവനെ ഉറക്കണം. നന്നായിട്ട് ഉറങ്ങിയാലേ പറ്റൂ. കാരണം രാവിലെ എടുത്ത് കുളിപ്പിച്ച് കോവിലിൽ കൊണ്ടുപോയതല്ലേ. അത് കഴിഞ്ഞ് അവനെ ഉറക്കാൻ ചേച്ചിയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഞങ്ങളിതാ വെള്ളായണിയിലുള്ള തനുമ ഫാൻസി സ്റ്റോറിലോട്ടാണ് പോയത്. അവിടെ പോയിട്ട് കൃഷ്ണനായിട്ട് ഒരുക്കാനുള്ള കുറച്ച് ആക്സസറീസൊക്കെ ഓൾറെഡി ഉണ്ടായിരുന്നു. പിന്നെ കുറച്ചുകൂടെ ഒക്കെ വാങ്ങാൻ വേണ്ടി അവിടെ പോയി നമ്മൾ ഇഷ്ടപ്പെട്ട കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചേട്ടോ. അവിടെ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു എല്ലാം. അപ്പോൾ അന്ന് രാവിലെ ഒരുക്കണം എന്നൊക്കെയായിരുന്നു പ്ലാനെങ്കിലും നമ്മുടെ എല്ലാ പ്ലാനും കുളമായി. അപ്പോൾ നമ്മൾ കടയിലൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേക്കും ഉച്ച കഴിഞ്ഞു. പിന്നെ ഫുഡെല്ലാം കഴിച്ചു. പിന്നെ കുഞ്ഞിനും ഫുഡെല്ലാം കൊടുത്ത് അവനെ വീണ്ടും കിടത്തി ഉറക്കി. ആദ്യം കുഞ്ഞുട്ടനെ ഒരുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ കുഞ്ഞുട്ടനെ ഒരുക്കാനൊന്നും വലിയ പാടൊന്നുമില്ലായിരുന്നു കേട്ടോ. പണ്ട് കുഞ്ഞിലെ തൊട്ടേ അവനെ കൃഷ്ണനാക്കുന്നത് ഞാൻ തന്നെയാണ്. ആദ്യത്തെ കൃഷ്ണനാക്കിയത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അടിപൊളിയാണ് കേട്ടോ. എനിക്ക് അവനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ഫോട്ടോ ഞാൻ ഇവിടെ സൈഡിൽ കൊടുത്തേക്കാം. അവനെ ഞാൻ ആദ്യമായിട്ട് കൃഷ്ണനാക്കിയ ഫോട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചുകൂടെയൊക്കെ അതാ ഇപ്പോഴത്തെ പ്രായമൊക്കെ ആയപ്പോഴത്തേക്കും അവൻ മിണ്ടാതെ നിന്ന് തരാൻ തുടങ്ങി കേട്ടോ. പണ്ടൊക്കെ നല്ല പോലെ ഞാൻ പാടുപെട്ടിട്ടുണ്ടായിരുന്നു അവന് മേക്കപ്പൊക്കെ ചെയ്ത് കൊടുക്കാനും ഡ്രസ്സ് ചെയ്യാനൊക്കെ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വരെ, അതായത് വിഷുവിന് ഞാൻ കൃഷ്ണനെ രണ്ടുപേരെയും കുഞ്ഞുട്ടനെയും ദേവുട്ടിനെയും കൃഷ്ണനാക്കിയപ്പോൾ കരിയൊക്കെ യൂസ് ചെയ്താണ് ചെയ്തത്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ നോക്കിയപ്പോഴേ കരി ഒരു ട്രെൻഡല്ല, ഇത് ഇങ്ങനെ ചെയ്തതാണ് ഇപ്പോഴത്തെ ട്രെൻഡെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാനും വിചാരിച്ചു ഇപ്രാവശ്യം കരി അങ്ങ് ഒഴിവാക്കാമെന്ന്. അങ്ങനെ നമ്മൾ ഈ മറ്റേ കളർ പൊട്ട് വച്ചിട്ട് അത് വെച്ചാണ് ഫേസ് ചെയ്തത്. അതുകൊണ്ട് അത് സിമ്പിളായിരുന്നു. പിന്നെ കമ്മലെന്ന് പറഞ്ഞാൽ തനിമേന്ന് തന്നെ മറ്റേ സ്റ്റിക്ക് കമ്മലുണ്ടല്ലോ, അത് സ്റ്റഡായിരുന്നു. അതിൽ പിന്നെ വേറൊരു കമ്മലിൻ്റെ ഒരു ഇതും കൂടെ ചേർത്ത് മിക്സ് ചെയ്തൊക്കെ അവർ സെറ്റ് ചെയ്ത് തന്നാണ്. പിന്നെ മാലകള അരപ്പട്ട ഇതൊക്കെയെന്ന് പറഞ്ഞാൽ കുഞ്ഞൂട്ട ഇട്ടിരിക്കുന്നത് എൻ്റെ ഡാൻസിൻ്റെ ഓർണമെൻറ്റ്സ് ആണ്. എൻ്റെ വളയാണ് അവൻ്റെ കാലിലെ തളയായി കിടക്കുന്നത് ഡാൻസിൻ്റെ. അപ്പോൾ കിരീടമൊക്കെ വെച്ച് നല്ല അടിപൊളി കൃഷ്ണനാക്കി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇപ്രാവശ്യം കുഞ്ഞൂട്ടനെ ഒരുക്കിയത്. അങ്ങനെ അവനെ ഞാനിങ്ങനെ കുറച്ച് വീഡിയോസിന് വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ചാണ്. ഉറിയടിയും വെണ്ണ കക്കുന്നതുമൊക്കെ. ഇവിടെ വെണ്ണയ്ക്ക് പകരം ഐസ്ക്രീമാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ കുഞ്ഞൂട്ടൻ കിട്ടിയ അവസരം മുതലെടുത്ത് നല്ല പോലെ ഐസ്ക്രീമൊക്കെ കഴിച്ചേട്ടോ. ചുമ ആയതുകൊണ്ട് കൊടുക്കാതെ മാറ്റി വെച്ചിരിക്കുകയായിരുന്നു ഫ്രിഡ്ജിൽ. അപ്പോൾ അവൻ അവസരം മുതലെടുത്ത് ഐസ്ക്രീമൊക്കെ കഴിച്ചു. പിന്നെ അങ്ങനെ അവനെ വെച്ചിട്ട് ഫോട്ടോ എടുക്കാൻ നല്ല പോലെ പാടുപെട്ടു കേട്ടോ. മേക്കപ്പ് ചെയ്യാൻ സഹകരിക്കുമെങ്കിലും ഫോട്ടോ എടുക്കാൻ ഒട്ടും സഹകരിക്കില്ല. ഇങ്ങനെ മുഖം വെച്ചിങ്ങനെ ഗോഷ്ഠികളൊക്കെ കാണിച്ചിരിക്കും. പിന്നെ കരണ്ട് കാലൊക്കെ പിടിച്ച ഒരു വിധത്തിലാണ് അവനെ കൊണ്ട് ഫോട്ടോസൊക്കെ വീഡിയോസൊക്കെ എടുത്തത്. അപ്പോഴത്തേക്കും നമ്മുടെ കുഞ്ഞൂട്ടൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ദേവൂട്ട എണീറ്റു. അവൻ സാധാരണ മേക്കപ്പൊക്കെ ഞാൻ കുളിപ്പിച്ചിട്ടൊക്കെ ഒരുക്കുമ്പോൾ മിണ്ടാതെ കിടന്നു വരുന്നതാണ്. പക്ഷെ അന്ന് എന്താണെന്ന് എനിക്കറിയില്ല, ഒരു വിധത്തിൽ സമ്മതിക്കൂല. എൻ്റെ ക്ഷമ കെട്ടുമെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അവസാനം മാച്ച് എങ്ങനെയൊക്കെയോ ഞാൻ മുഖത്ത് അത്രയും സെറ്റ് ചെയ്തെടുത്തു. പിന്നെ ആക്സസറീസൊന്നും ഇടാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും കൂടിയൊക്കെ സഹായിച്ച് ഞാൻ ഒരുവിധം സെറ്റ് ചെയ്തെടുത്തു. ഘോഷയാത്രയ്ക്കൊക്കെ പോകണമെന്നുണ്ടായിരുന്നു, പക്ഷെ നടന്നില്ല. നമ്മളെല്ലാവരും ഭയങ്കര ടയേർഡായിരുന്നു. പിന്നെ റെഡിയൊക്കെ ആക്കിയപ്പോൾ തന്നെ ഏകദേശം വൈകിട്ടായി. ഇവനെ റെഡിയാക്കാൻ തുടങ്ങിയപ്പോൾ മണി 5:30 കേട്ടോ. കുഞ്ഞൂട്ടൻ്റെ അത് കഴിഞ്ഞ് ഫോട്ടോയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇവൻ്റെ അത് സ്റ്റാർട്ട് ചെയ്ത് ഇവ ഒന്നും സഹകരിക്കുന്നില്ലായിരുന്നു. അങ്ങനെ ഒരുപാട് ടൈം എടുത്തു ഇവനെ റെഡിയാക്കി എടുക്കാൻ. ചേട്ടനും ചേച്ചിയും കൂടെയൊക്കെ ഇങ്ങനെ മാറി പിടിച്ച് തന്നിട്ടാണ് ഒരു വിധത്തിൽ ഡ്രസ്സൊക്കെ ഇട്ടെടുത്തത്. പിന്നെ ഇവനും കമ്മലും ഈ നെക്ലേസൊക്കെ കഴിഞ്ഞ വിഷുവിന് ഇവനെ കൃഷ്ണനാക്കി ഒരുക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ്, ആ ഇളക്കത്താലിയൊക്കെ. അപ്പോൾ ഇതെല്ലാം ഇട്ട് റെഡിയാക്കിയപ്പോഴത്തേക്കും ഭയങ്കര ഭംഗിയായിരുന്നു കാണാൻ. എനിക്ക് ചില ഫോട്ടോസൊക്കെ അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കണ്ടവർ കുറേ പേര് പറഞ്ഞു യഥാർത്ഥ കൃഷ്ണനെ കാണും കണക്കെ ഉണ്ടായിരുന്നു എന്നതൊക്കെ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അപ്പോൾ ചേച്ചിയും കുഞ്ഞൂട്ടനും ചേട്ടനും പിന്നെ അമ്മയും അച്ഛനും എല്ലാവരും ഉണ്ടായിരുന്നു സപ്പോർട്ടിന് കേട്ടോ.
അങ്ങനെ നമ്മൾ ഒരു വിധത്തിൽ അവനെ കൃഷ്ണനാക്കി റെഡിയാക്കി എല്ലാം കഴിഞ്ഞിട്ട് അടുത്ത ടാസ്ക്കാണ് ഫോട്ടോ ഷൂട്ടും വീഡിയോ എടുക്കലും. അപ്പോൾ ഇവിടെ തറയിൽ കൊണ്ടിരുത്തി. അപ്പോൾ ആദ്യമൊക്കെ ഇത്തിരി പ്രശ്നമൊക്കെ ആയതുകൊണ്ട് കരച്ചിലൊക്കെ ആയതുകൊണ്ട് ആദ്യമേ ഒരു കുടവും വെണ്ണയൊക്കെ വെച്ച് കൊടുത്തു. അത് വെച്ച് കളിച്ച് ചിരിച്ചൊക്കെ അങ്ങനെ ഇരുന്നു. അതുകൊണ്ട് അടിപൊളി വീഡിയോസും ഫോട്ടോസും ഒക്കെ കിട്ടി. അത് കഴിഞ്ഞ് നമ്മൾ ചേട്ടൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തോട്ട് അവനെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകണം കേട്ടോ. അപ്പോൾ അവരെ കാണിച്ചു. അവർക്കൊക്കെ ഭയങ്കര ചിരിയും സന്തോഷമായിരുന്നു. അത് കഴിഞ്ഞ് ചേട്ടൻ്റെ അവിടെ തൊട്ടടുത്ത് കുറേ ബന്ധുക്കളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ 1-2 വീട്ടിലൊക്കെ കൊണ്ട് കാണിച്ചു. അവർക്കൊക്കെ ഭയങ്കര സന്തോഷമായി അവനെ കണ്ടപ്പോഴത്തേക്കും. അങ്ങനെ അവൻ നല്ല ടയേർഡായി. പിന്നെ ഈ അക്സസറീസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഭയങ്കര ഇറിറ്റേഷനൊക്കെ ആയതുകൊണ്ട് അതെല്ലാം ഊരി കൊടുത്തു. അത് കഴിഞ്ഞ് അവനെ രാധയാക്കാമെന്ന് നമുക്ക് അന്ന് ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ അവൻ നല്ല ടയേർഡായപ്പോൾ അന്ന് അവനെ ഉപദ്രവിച്ചില്ല. തൊട്ടടുത്ത ദിവസം അവൻ്റെ വാക്സിനേഷൻ്റെ ഡേ ആയിരുന്നു, 9th month. അതുകൊണ്ട് അന്നും എടുത്തില്ല. ഇന്ന് രാവിലെയാണ് സത്യം പറഞ്ഞാൽ അവനെ രാധയാക്കി. കാരണം നമ്മൾ പട്ടുപാവടയൊക്കെ വാങ്ങിച്ചു വെച്ചു. അടുത്ത വർഷത്തേക്ക് പട്ടുപാവട സ്യൂട്ടാവത്തുമില്ല. അതുകൊണ്ട് നമ്മൾ ഇന്ന് രാധയാക്കി ഒരുക്കി ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഒന്നിച്ച് വ്ളോഗാക്കി അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. 2 ദിവസം ഡിലേ ആയിപ്പോയത് ആക്ച്വലി. അപ്പോൾ ഉറക്കി രാവിലെ എണീച്ച് കാപ്പിയൊക്കെ കൊടുത്ത് അടുത്ത ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റിട്ട് അവനെ ഒരുക്കിയെടുത്തു. പക്ഷേ ഭയങ്കര ഒരു പിണക്കമായിരുന്നു കേട്ടോ. നമ്മൾ ഒരുക്കാനെടുത്ത സമയം അത്ര നല്ലതായിരുന്നില്ല. അപ്പോൾ അവ അത്ര നല്ല മൂഡിലല്ലായിരുന്നു കേട്ടോ. കാരണം ഈ പട്ടുപാവടയും അതും ഇതൊക്കെ കയറി അവന് ചൂടെടുത്ത് ആകെ ഒരു ഇറിറ്റേഷനായിരുന്നു. പിന്നെന്താ താഴെ കൊണ്ടുപോയി ചേച്ചിയുടെ അടുത്ത് വെച്ചിട്ട് നമ്മളിങ്ങനെ കളിപ്പിച്ച് സത്യം പറഞ്ഞാൽ നമ്മുടെ കംപ്ലീറ്റ് എനർജിയും പോയി. ഇവ എന്ത് ചെയ്താൽ ചിരിക്കൂല. കൃഷ്ണനാക്കി എന്നപ്പോഴത്തേക്കും കുറച്ച് നല്ല മൂഡിലായിരുന്നുകൊണ്ട് വലിയ സീരിയലായിരുന്നു. പക്ഷേ രാധയായപ്പോഴത്തേക്കും അവൻ്റെ മൂഡൊന്ന് മാറ്റാൻ വേണ്ടി നമ്മളത് എന്തെല്ലാമൊക്കെയോ കയ്യിൽ കൊടുക്കുന്നു. എന്ത് കൊടുത്തിട്ട് ഒരു രക്ഷയില്ല. പിന്നെ എങ്ങനെയൊക്കെയോ ഇരുത്തി ചിരിപ്പിച്ച് കുറച്ച് നല്ല അടിപൊളി ഫോട്ടോസൊക്കെ കിട്ടി. നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം കുറച്ച് വലുതായി കഴിഞ്ഞിട്ട് രാധയാവടാന്നൊന്നും പറഞ്ഞാൽ കേൾക്കില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ നല്ല ക്യൂട്ടല്ലേ. അതുകൊണ്ട് രാധയാക്കണം എന്ന് നമുക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഒരു കൃഷ്ണൻ്റെ വിഗ്രഹമൊക്കെ എടുത്ത് അടുത്ത് വെച്ച് കൊടുത്തു. കൃഷ്ണനായിട്ട് ഒരുങ്ങിയിരുന്നപ്പോൾ കയ്യിൽ ഈ കുടം കൊടുത്തപ്പോൾ അവന് ഭയങ്കര ഹാപ്പി ആയിരുന്നല്ലോ. അതുകൊണ്ട് നമ്മൾ രാധയ്ക്കും ആ കുടം തന്നെ വെച്ച് കൊടുത്തു. അത് വെച്ചിട്ടെങ്കിലും മിണ്ടാത്ത ഹാപ്പിയായിട്ട് ഇരുന്നോട്ടെ എന്ന് വെച്ചിട്ട് അങ്ങനെ കുറേ നേരം കുടമൊക്കെ വെച്ച് കളിച്ച് കരയാതെ മിണ്ടാതിരുന്ന കേട്ടോ. കുറച്ച് നേരമൊക്കെ കരഞ്ഞു. പിന്നെ കുടം കിട്ടിയപ്പോൾ കുറച്ചൊന്ന് ശാന്തനായി. പിന്നെ നമ്മൾ കൂടുതൽ എല്ലായിടത്തും കൊണ്ട് കാണിക്കാനൊന്നും പറ്റിയില്ല. കൊണ്ട് കാണിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ പറ്റിയില്ല. കാരണം അവൻ കുറച്ച് പിണക്കമൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഫോട്ടോയും വീഡിയോ എടുത്ത ഉടനെ തന്നെ എല്ലാം ഊരി കൊടുത്തു. അവനെ ഫ്രീ ആക്കി വിട്ടു. അപ്പോൾ ഈ ഒരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇതൊക്കെയാണ് നമ്മൾ എടുത്ത ഫോട്ടോസ് രാധയുടെ. ഈ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.